സോ ഒരു ബ്രേക്ക് വന്നു. സോ വി ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ലേറ്റർ ഡെവലപ്മെൻറ്റ്സ് കൺഫേം ചെയ്തിരിക്കുന്നത് അവഗാഡ്രോയുടെ ഹൈപ്പോത്തസിസിനെ കൺഫേം ചെയ്തിരിക്കുകയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉള്ള ഒരു ഹൈപ്പോത്തസിസ് അവഗാഡ്രോ പറഞ്ഞെങ്കിലും ലേറ്റർ ഇറ്റ് ഈസ് കൺഫേംഡ് ബൈ number of studies and developments which occur in science during that period. And then it actually after proving hypothesis or confirming the hypothesis, it enjoys the status of law എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരു ലോ ആവണമെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് പ്രൂവൺ ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ ഒരു ലോ എന്ന് പറയുന്നത്. നമുക്ക് ലോസ് തിയറീസ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റുകൾ, വാലിഡിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ പാരാമെട്രിക് ടെസ്റ്റ് ഓർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ അതിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് റിക്വയർസ് മോർ ഒബ്സർവേഷൻസ്. പാരാമെട്രിക് ടെസ്റ്റിലാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എക്സ് ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ്. ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്യുന്നതിൽ നോക്കുന്നത്. അതിൽ നോൺ പാരാമെട്രിക്കിലാണെങ്കിൽ കൂടുതൽ ഒബ്സർവേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈപ്പോത്തസിസിൻ്റെ വാലിഡിറ്റി നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് മെത്തേഡ്സ്. വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്? ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് നമുക്കുള്ളത്? ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ബിക്കം ഡിഫിക്കൽട്ട് ഡ്യൂ ടു വൺ ഓഫ് ദ ഫോളോയിങ് റീസൺസ്. ഒന്ന്, ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് അതിനെ ഫോം ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ടാണ്. ദെൻ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ സബ്ജക്റ്റ്, then inability to approach subject logically, and the lack of familiarity with the available research work. സോ ഇതെല്ലാം നമുക്ക് തിയറി പറയുന്നത് കൊണ്ട് കുറച്ച് യു ഫീൽ സം ബോറിങ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റുകൾ ഹൈപ്പോത്തസിസ് എന്താണ്, തിയറി എന്താണ്, ലോ എന്താണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ഹൈപ്പോത്തസിസുകളും ലോസും തിയറീസും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ബേസിക് അതിൻ്റെ കൺസെപ്റ്റ്സ് എന്താണ്, എങ്ങനെയാണ് ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ഫോം ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കണം, അപ്പോൾ അത് കുറച്ച് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമുക്കത് തിയറിയിൽ അതെന്തിനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് തന്നേക്കാണ്. ഡെഫിനിഷൻ ഫോമിലായാലും ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോമിലായാലും ഒക്കെ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. സോ ഇത് നമുക്ക് പറഞ്ഞു പോവാം. നിങ്ങളതിനെ നോട്ട് ഫോമിലാക്കി ഒന്നുകിൽ നിങ്ങളതിനെ ഒരു പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട്സിൽ ആഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി ടു ഡൈജസ്റ്റ് ദീസ് തിങ്സ്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ ഹൈപ്പോത്തസിസിൻ്റെ കുറേ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി. ഇനി നമുക്ക് പറയേണ്ടത് തിയറി എന്താണ്. അപ്പോൾ തിയറി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, ലോ എന്ന് പറയുന്നത് തിയറിയും ലോയും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ പ്രൂവൺ ഹൈപ്പോത്തസിസ്. തിയറി ഈസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ പ്രൂവൺ ഹൈപ്പോത്തസിസ് ആൻഡ് സോ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ സയൻറ്റിഫിക് ഫ്രട്ടേണിറ്റി. പ്രൂവൺ ഹൈപ്പോത്തസിസിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് സയൻറ്റിഫിക് ഫ്രട്ടേണിറ്റി എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. സോ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് ദ തിയറി ഈസ് ദാറ്റ് തിയറി ഈസ് മച്ച് മോർ കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക്. തിയറി കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് ലോയേക്കാളും, പിന്നെ കുറച്ചും കൂടെ ഡൈനാമിക്കാണ്. ഡൈനാമിക് മീൻസ് ചേഞ്ചിങ് അല്ലേ. നമുക്ക് ചെറിയ ചെറിയ ലിറ്റിൽ വേരിയേഷൻസ് ചേഞ്ചൊക്കെ അതിനകത്ത് ആകാം. വെൻ ദ ലോ ഡിസ്ക്രൈബ്സ് എ സിംഗിൾ ആക്ഷൻ
A theory explains a set of actions or entire group of related phenomena. തിയറി എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ആയിരിക്കും. ലോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ഷൻ ആയിരിക്കും. മീൻസ് ഒരു സിംഗിൾ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിംഗിൾ കൺസെപ്റ്റ് എക്സ്പ്ലെയിനിങ് ആയിരിക്കും ലോ എന്ന് പറയുന്നത്. തിയറി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫിനോമിനാസ് അതൊക്കെ ആയിരിക്കും തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഇത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ അധികം തിയറീസ് ലോസും ഒക്കെ ഉണ്ട്. അതിൻ്റെ നേച്ചർ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. സോ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ഉണ്ട്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഡാൾട്ടൻ്റെ തിയറി വെച്ചിട്ടാണെങ്കിൽ ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. All the atoms of an element are identical in mass. All the atoms of an element are identical in mass and chemical properties. Atoms of different elements possess different masses and different chemical properties. Atoms cannot be created or destroyed during any physical or chemical change. Atoms combine in simple ratios to form compounds. അപ്പോൾ അതുകൂടാതെ ഡാൾട്ടൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഡാൾട്ടൺ തിയറി എക്സ്പ്ലെയിൻസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സിൻസ് ആറ്റംസ് ആർ ഇൻഡെസ്ട്രക്റ്റബിൾ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ടോട്ടൽ മാസ് ഓഫ് ആറ്റംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം. അതുപോലെ ഇപ്പോൾ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അത് കുറച്ചും കൂടെ വാസ്റ്റായിട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് തിയറി. തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ലോസ്. തിയറി അതുപോലെ ഡാൾട്ടൻ്റെ തന്നെ മറ്റൊരു തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നെ ഡാൾട്ടൻ്റെ തിയറി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ തിയറിയും ലോയും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സയൻറ്റിഫിക് തിയറീസ്, തിയറി ഓഫ് ഇവല്യൂഷൻ, തിയറി ഓഫ് റിലേറ്റിവിറ്റി, അറ്റോമിക് തിയറി, ക്വാണ്ടം തിയറി, ഇതെല്ലാം നമുക്ക് വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള തിയറീസാണ്. ഒരു സയൻറ്റിഫിക് തിയറി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡെവലപ്ഡ് ഓൺലി ത്രൂ ദ സയൻറ്റിഫിക് മെത്തേഡ്. So, researchers are actively involved in studying the component hypothesis of each theory so as to make them more comprehensive. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ കോംപ്രഹെൻസ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് എന്താണ് വേണ്ടത്? എപ്പോഴും റിസർച്ചേഴ്സ് ദേ ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ സ്റ്റഡിയിങ് ദ കമ്പോണൻ്റ് ഹൈപ്പോത്തസിസ്. ഓരോ തിയറിക്കും പുറകെയിലുള്ള ഹൈപ്പോത്തസിസുകളെ അവർ ഡീറ്റെയിൽഡായിട്ട് എപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി കുറച്ച് ലോസിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. റോബർട്ട് ബോയിലിൻ്റെ ഒരു ലോയുണ്ട്, ബോയിൽസ് ലോ എന്ന് പറയും. അതുപോലെ ആൻ്റണി ലവോസിയറിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 1789 ലവോസിയസ് ലോ. ഇത് കുറച്ച് കണ്ടുപിടുത്തങ്ങളും കുറച്ച് ലോസും ഒക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് ലോസിൻ്റെയൊക്കെ പേരുകളാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ആസ്പെക്റ്റ് പറയുന്നത് നമ്മൾ സയൻസിൻ്റെ ഏൻഷ്യൻ ടൈംസിൽ കെമിസ്ട്രി സയൻസിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ലോസിനെ പറ്റി പറയുന്ന ഒരു പാരഗ്രാഫാണ്. സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി അല്ലേ? അത് നമുക്കറിയാം. സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് ഇസ് ഓൾവേസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ developmental activities of a society. സോ അതുകൊണ്ട് തന്നെ സൊസൈറ്റി ഓൾവേസ് സ്റ്റിമുലേറ്റ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്. നമുക്ക് 19th സെഞ്ച്വറിയിൽ
നമുക്ക് തെർമോഡൈനാമിക്സ് കെമിസ്ട്രിയുടെ കണ്ടുപിടുത്തങ്ങളുടെ കൂടെ എന്താണ് തെർമോഡൈനാമിക്സ്, മോഡേൺ തെർമോഡൈനാമിക്സ് എമേർജ് ചെയ്ത് വരുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് വരുന്നത് 19th സെഞ്ച്വറിയിലാണ്. നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഹീറ്റും വർക്കും അല്ലേ, ഹീറ്റ് പിന്നെ എൻജിൻസും അതിൻ്റെ എഫിഷ്യൻസി, ഹീറ്റിൻ്റെ പിന്നെ ഇതിലേക്കുള്ള ഹീറ്റ് വർക്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് എത്ര യൂസ്ഫുൾ വർക്ക് കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് മെഷീനറിയുമായും മെഷീനിൻ്റെ പിന്നെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ എഫിഷ്യൻസിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന ടേംസ് എല്ലാം നമ്മൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ബ്രാഞ്ച് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സയൻസിലേക്ക് വരുന്ന ഒരു പീരീഡായിരുന്നു. അപ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും ലോസ്, തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ ആ പീരീഡിലാണ് വരുന്നത്. അതുപോലെ ഫസ്റ്റ് ലോ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ എന്താണ്, സെക്കൻഡ് ലോ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും അറിയാം നമുക്ക്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് U = Q + W. Q internal energy of the system and Q is the heat energy given to the system and W the work done by the system. അപ്പോൾ ഇതൊക്കെ പറയാൻ കാര്യം നമ്മൾ ലോസും തിയറീസും ഒക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ലോസൊക്കെ ആ ഒരു പീരീഡിൽ പിന്നെ എന്ത് റീസൺസ് നമുക്ക് സയൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ട് സൊസൈറ്റിക്ക് കുറേയധികം പിന്നെ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് കൊണ്ട് പിന്നെയും ആ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതിനെ അവരെ പ്രൊമോട്ട് ചെയ്തിരിക്കുകയും അതുവഴി നമുക്ക് പിന്നെയും കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് ലോസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഡെയിലി ലൈഫിലായാലും നമ്മുടെ ഇൻഡസ്ട്രിയിലായാലും ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന നിലയിലാണ് നമ്മൾ ഈ പറയുന്ന ഫാക്ട്സ് ഒക്കെ പറഞ്ഞു പോകുന്നത്. അതുപോലെ കാർനട്ട്സ് എൻജിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫിസിക്സിലൊക്കെ. കാർനട്ട് എൻജിൻ എന്ന് പറയുന്നത് ഫുൾ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് വിത്ത് ഫുൾ എഫിഷ്യൻസി അതായിരുന്നു മെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ കാർനട്ട്സ് എൻജിൻ ഐഡിയൽ എൻജിനാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് പിന്നെന്താണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വാസ് ദ മേജർ റിസൾട്ട് ഓഫ് ദിസ് കാർനട്ട്സ് വർക്ക്. കാർനട്ടിൻ്റെ ഈ ഹീറ്റ് എൻജിനുമായി ചേർന്ന് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വർക്കുകളൊക്കെ നമുക്ക് സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ലോസ് ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് പോവേണ്ടത് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്കാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒരു റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം. സോ അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ആൻ എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് ഡിസൈൻ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്? ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളൊക്കെ എക്സ്പെരിമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ലാബിൽ ചെയ്യുന്ന ചെറിയ ടൈപ്പ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ നമ്മൾ ലാർജ് സ്കെയിൽ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, വലിയ റിസർച്ച് പഠനങ്ങളുടെ ഭാഗമായി ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. സോ ഒരുപാട് നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ കഴിയുന്ന ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്ത് കാണിക്കാനും ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനും കഴിയുന്ന കുഞ്ഞു എക്സ്പെരിമെൻറ്റുകളുണ്ട്. സോ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് എക്സ്പെരിമെൻറ്റ്സ് മാറും. നമ്മളിപ്പോൾ ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വലിയൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം. അതുപോലെ നമുക്ക് നോൺ ഫാക്ട്സിനെ വെച്ചുകൊണ്ട് നമുക്ക് സിമിലറായിട്ട് വേറൊരു കണ്ടീഷനിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. സോ നമുക്കൊരു എങ്ങനെ പോയാലും നമുക്ക് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് ദ ബേസിക് പാർട്ട് ഓഫ് എ റിസർച്ച് വർക്ക്. നമുക്ക് ഒരു റിസർച്ച് വർക്കിൻ്റെ ഒരു ബേസിക് കമ്പോണൻ്റാണ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന നിലയിലാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് നമ്മൾ
എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിസൈൻ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പോൾ നമ്മളൊരു അനാലിസിസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ് പ്ലാനിങ് ഓഫ് ദ മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ എ പർട്ടിക്കുലർ സ്റ്റഡി ഇൻക്ലൂഡിങ് ദ മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡേറ്റ. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? നമുക്ക് ഡേറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമുക്കതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യും? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ, ഏത് രീതിയിലാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്? ആൻഡ് ആഫ്റ്റർ കളക്ടിങ് ഡേറ്റ വി ഹാവ് ടു ഇൻ്റർപ്രറ്റ് ദ ഡേറ്റ കളക്റ്റഡ്. നമ്മൾ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചു, നമുക്ക് കുറേ ഡേറ്റ കിട്ടി, നമുക്ക് കുറേ വാല്യൂസ് കിട്ടി, നമുക്ക് കുറേ ടൈട്രേഷൻ വാല്യൂസ് കിട്ടി. നമുക്കങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ആ ഡേറ്റയെ. ഇതെങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിലെ ഇൻക്രീസിങ് ടെൻഡൻസിയാണ് ഡേറ്റയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. സോ അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് ട്രെൻഡാണ് കാണിക്കുന്നത്. സോ ഹൗ വി ക്യാൻ ഇൻ്റർപ്രറ്റ് ദ ഡേറ്റ? ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ദ mode of data collection and the second is the interpretation of data. Proper planning increases the efficiency of experimental work by yielding maximum information with minimum expenditure and manpower. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പ്രോപ്പർ പ്ലാനിങ്ങിലോടുകൂടി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എക്സ്പെരിമെൻ്റൽ വർക്കിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും, നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ കഴിയും, അതുപോലെ ചിലവ് കുറയ്ക്കാനും നമുക്ക് മാൻ പവർ കുറച്ചും ഒക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർ പ്ലാനിങ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് വി ഹാവ് ടു ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ഡിസൈനിങ് ആൻ എക്സ്പെരിമെൻറ്റ്. The following points play vital role in the design of an experiment. Objectives of the study. Objectives of the study. Then need of the study and its applicability to the society. Then suitable method for required study. Then type of data to be collected. Then time required for completing the study. Then method for analyzing the data. Presentation of the final result. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ദ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ മസ്റ്റ് കണ്ടെയ്ൻ എ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ വർക്ക് എലോങ് വിത്ത് മെത്തഡോളജി ആൻഡ് ടെക്നിക്സ് ഫോർ അനലൈസിങ് ഡേറ്റ. അപ്പം നമുക്കൊരു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ മെത്തഡോളജി വേണം, അതുപോലെ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്സും ഉണ്ടാവണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Data analyzing techniques and complete methodology is essential for an experimental work. A good design is characterized by its flexibility, economy and efficiency, so it avoids the possibility